Assalamualaikum. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wala aqibatu lil muttaqin wala udwana illa 'alal zalimin. Wa sallallahu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih വലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. വളരെ പ്രിയമുള്ള മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ വെസ്റ്റ് ജില്ലാ ഭാരവാഹികളെ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച KNM-ൻ്റെ സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുള്ള കോയ മദനി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കലാലയം മതത്തിൻ്റെ മാനവികത വായിക്കുന്നുവെന്ന വളരെ കാലികമായൊരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പ്രമേയം നമ്മൾക്ക് നൽകിയത് ISM-ൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനനായ AI അബ്ദുൽ മജീദ് സ്വലാഹിയാണ്. ആ കാര്യം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. അദ്ദേഹമാണ് ഈ പ്രമേയത്തിൻ്റെ ദാതാവ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറേ ആഴത്തിലുള്ള പ്രസംഗങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാടുമായി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നിരവധി വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രഗത്ഭനും ആദരണീയനും എല്ലാ രംഗത്തും മനുഷ്യർക്ക് നിരന്തരം ഉപകാരമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം നമ്മളൊക്കെ പഠിക്കുന്നവരാണ്. E=mc² എന്ന സിദ്ധാന്തം അദ്ദേഹം കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തത്തിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് ആ കണ്ടുപിടുത്തത്തെ ഒരു പ്രയോഗവൽക്കരണത്തിലേക്ക് ഭരണകൂടം കൊണ്ടുവരുന്നത്. ആ കണ്ടുപിടുത്തം ഏറ്റെടുത്തത് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാരി എസ് ട്രൂമൻ എന്നാണ്. ഹാരി എസ് ട്രൂമൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു ദിവസം അമേരിക്കയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീന്റെ E=mc² എന്ന് പറയുന്ന സിദ്ധാന്തം ഞങ്ങൾ നടപ്പിൽ വരുത്താൻ പോവാണ്. ആ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഈ പരീക്ഷണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ച പ്രദേശങ്ങൾ ഒന്ന് ഹിരോഷിമയും മറ്റൊന്ന് നാഗസാക്കിയുമാണ്. ഇത് ലോകത്ത് വലിയൊരു അത്ഭുതമായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമെങ്കിലും ഇത് വലിയൊരു അത്ഭുതമായിരിക്കും. ശാസ്ത്രത്തിന്റെ ഒരു പുതിയ ചരിത്ര യുഗത്തിന് ഈ പരീക്ഷണം ലോകത്ത് കൊണ്ടുവരുന്നതോടുകൂടി ശാസ്ത്രത്തിന്റെ ഒരു പുതിയ യുഗം ഉണ്ടാകും എന്നാണ് ഹാരി എസ് ട്രൂമൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചിട്ട്, അദ്ദേഹത്തിന്റെ പൈലറ്റുമാരുടെ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, 100,000 ആളുകൾ മരിച്ചു വീഴുന്ന ഒരു ശാസ്ത്ര പരീക്ഷണത്തിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങളിൽ ആരാണ് രംഗത്ത് വരിക? ഇത് വലിയൊരു ചോദ്യമാണ്. ആ നാട്ടിലെ പൈലറ്റുമാര് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അവർക്ക് 100,000 ആളുകളെ കൊല്ലേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിന്റെ പൈലറ്റുമാരിൽ ആരും ആ ശാസ്ത്ര പരീക്ഷണത്തിന് രംഗത്ത് വന്നില്ല. അവര് പറഞ്ഞു, ഒരു നാടിന്റെ മുകളിൽ കൊണ്ടുപോയി ബോംബ് വർഷിച്ചിട്ട് 100,000 ആളുകളെ കൊന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും നിങ്ങൾ ഈ പറയുന്ന പരീക്ഷണത്തിന് കടന്നു വരില്ല എന്ന് പറഞ്ഞപ്പോ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമൻ അദ്ദേഹത്തിന്റെ അടവ് മാറ്റി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ തരാം. അമേരിക്കയിൽ നിങ്ങൾ പറയുന്ന എന്തും, നിങ്ങൾ അതിന് എത്ര വിലയിട്ടാലും അത് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ പരീക്ഷണത്തിനൊന്ന് കടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പൈലറ്റുമാരിലെ 2 പേർ, ചാൾസ് സ്വീനിയും ടിബറ്റ്സും, ഈ 2 ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നേതൃത്വം കൊടുക്കാം. ഹിരോഷിമയിലും നഗസാക്കിയിലും 100,000-ലധികം വരുന്ന ആളുകളെ കൊല്ലാനുള്ള ഈ ശാസ്ത്ര പരീക്ഷണത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാം എന്ന് ഹാരി എസ് ട്രൂമന്റെ പൈലറ്റുമാരായിരുന്ന ടിബറ്റ്സും അതുപോലെ തന്നെ ചാൾസ് സ്വീനിയും പറഞ്ഞപ്പോ അവിടുത്തെ പൈലറ്റുമാര് മുഴുവൻ തലതാത്തിയിരുന്നു. അങ്ങനെ ആ സമ്മേളനം പിരിഞ്ഞു. സമ്മേളനം പിരിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റുമാര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് 1,00,000 ആളുകളെ കൊല്ലാമെന്ന് പറഞ്ഞത്? അവർ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ പാരിതോഷികമാണ്. ഞാൻ ചോദിച്ച എന്തും തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് കൊന്നുകൂടാ?
എനിക്കെന്തുകൊണ്ട് ഹിരോഷിമയിലും നഗസാക്കിയിലെയും മനുഷ്യരെ കൊന്നുകൂടാ എന്നാണ് ഈ പൈലറ്റുമാർ ചോദിച്ചത്. അങ്ങനെ മാസങ്ങൾ നീണ്ട ആലോചനകൾക്കും ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ദിവസം അണുബോംബ് വർഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൈലറ്റുമാർ രംഗത്ത് വരികയും ഹിരോഷിമയിലും നഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. 2 ദിവസങ്ങൾ കൊണ്ട്, ഒരു ദിവസം മരിച്ചത് 1,00,000 പേരാണെങ്കിൽ പിറ്റേ ദിവസം അതിന്റെ അനന്തര ഫലം കൂടി അനുഭവിച്ച ആളുകൾ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ 2 ലക്ഷം വരുന്ന ആളുകളാണ് ഹിരോഷിമയിലും നഗസാക്കിയിലും മരിച്ചത്. ഈ മരണം കഴിഞ്ഞ് ഒരുപാട് ആളുകൾ, പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെട്ടു. ലോകത്ത് നടന്ന വലിയൊരു ശാസ്ത്ര പരീക്ഷണത്തിന്റെ ഭാഗമായി ചരിത്രത്തെ പിടിച്ചുകുലുക്കിയ ഈ ശാസ്ത്ര പരീക്ഷണം ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ചത് മനുഷ്യരെ കൊല്ലരാണ് എന്ന് ലോകത്ത് മാധ്യമങ്ങളൊക്കെ പ്രഖ്യാപിച്ചപ്പോ ഈ ശാസ്ത്ര പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രകാരൻ കരയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരാഴ്ച കഴിഞ്ഞു അദ്ദേഹത്തെ കാണാൻ മാധ്യമ പ്രവർത്തകർ നിരന്തരം അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും കാണുന്നില്ല. എന്റെ ഒരു പേജിലെ ഒരു ചെറിയ അറ്റത്ത് എഴുതി വെക്കാൻ ഞാൻ ഉണ്ടാക്കിയ ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചപ്പോൾ എനിക്ക് ലോകത്തോടൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് വലിയ സങ്കടമായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മാധ്യമ പ്രവർത്തകർ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അദ്ദേഹം അവരെ എല്ലാം അകഞ്ഞു മാറ്റി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു പാർക്കിലൂടെ നടന്നു പോകുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ അടുക്കലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതീവ ദുഃഖിതനാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളുടെ ശാസ്ത്ര പരീക്ഷണം കൊണ്ടാണ് ഇവിടെ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചത്. നിങ്ങൾക്ക് ലോകത്തോട് എന്താണ് പ്രഖ്യാപിക്കാനുള്ളത്? ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ലോകത്തോട് എന്താണ് പ്രഖ്യാപിക്കാനുള്ളത്? നിങ്ങൾ പകർന്നു നൽകിയ അറിവാണല്ലോ ലോകത്ത് മനുഷ്യരെ കൊന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഫൊഗറ്റ് എവരിതിങ്, റിമെമ്പർ ഹ്യൂമനിസം. നിങ്ങളെല്ലാം മറക്കൂ, ലോകത്ത് നടന്ന കലാപങ്ങളെല്ലാം നിങ്ങൾ മറക്കൂ. റിമെമ്പർ ഹ്യൂമനിസം, നിങ്ങൾ മാനവികതയെ ഓർക്കൂ എന്നാണ്. ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പരാതികളും കലാപങ്ങളും കണ്ടുമെടുത്ത നേതൃത്വം ലോകത്തോട് ചരിത്രത്തിൽ എല്ലാ ഘട്ടത്തിലും പ്രഖ്യാപിച്ചത് മാനവികതയെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മാനവികത അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. പെഷാവറിലെ ഒരു സ്കൂളിൽ, ഒരു പട്ടാള സ്കൂളിൽ തീവ്രവാദികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്നു. 112 പേർ ഒരു സെമിനാർ ഹാളിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു. അത് വലിയ വാർത്തയായി. ലോകത്ത് തീവ്രവാദത്തിന്റെ വളർച്ചയിൽ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ പാളിച്ചകൾ കടന്നു വന്നപ്പോ അദ്നാൻ സത്താർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ തലക്കെട്ടായിട്ട് അദ്ദേഹം കൊടുത്തത്, ഗ്ലോറിഫൈങ് വാർ and belittling others' faith is also a form of violence. Glorifying war, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, and belittling others' faith, മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ തകർക്കുക, is a form of violence. അത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് അദ്നാൻ സത്താർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് നമ്മുടെ നാടിന്റെ പൈതൃകം, നമ്മുടെ നാടിന്റെ മതേതരത്വം, നമ്മുടെ നാടിന്റെ ജനാധിപത്യം, ഇതെല്ലാം കൂടി ആവാഹിച്ചെടുക്കപ്പെട്ട ഒരു ബോധത്തിനാണ് മാനവികത എന്ന് പറയുക. ഈ മാനവികത നമ്മുടെ നാടിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന്, നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ പള്ളിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ജോസഫ് അസാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പോർച്ചുഗീസുകാരനും ജോസഫ് റബ്ബാൻ എന്ന് പറയുന്ന ജൂത നേതാവും കൊച്ചിയുടെ തീരത്തണയുകയും കൊച്ചി രാജാവിന്റെ കയ്യിൽ നിന്ന് ഫലകം സ്വീകരിച്ചുകൊണ്ട് ജൂതപ്പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഇസ്ലാമിനെ തകർക്കണമെന്ന് എത്രയോ ഇസ്രായേൽ പാർലമെന്റ് പ്രഖ്യാപനം നിർവഹിച്ചിട്ടുള്ള ആ ജൂതന്മാർ നമ്മുടെ നാട്ടിൽ പാർക്കുന്നുണ്ട്. ജൈനന്മാർ, വർത്തമാന മഹാവീരന്റെ ജൈനമതക്കാർ നമ്മുടെ നാടുകളിൽ പാർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരു നാനാക്കിന്റെ സിഖ് മതക്കാർ നമ്മുടെ നാട്ടിൽ പാർക്കുന്നുണ്ട്. ഇവരെല്ലാം ജീവിക്കുന്ന ഒരു മണ്ണിൽ, ഈ രാജ്യത്ത് മതേതരത്വം ഏറ്റവും കൂടുതൽ ലോകതലത്തിന് മാതൃകയായ ഒരു നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ മാനവിക നിരാസങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാലയങ്ങൾ കലാപഭൂമികളായിത്തീരുന്നു. നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ പലതും പറയാനുണ്ടാകും, അല്ലേ? എത്ര മരണങ്ങൾ സംഭവിച്ചു, എത്ര ആത്മഹത്യകൾ സംഭവിച്ചു. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ജോർജ് ബെർണാഡ് ഷോ ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്നു, പൊളിറ്റിക്സ് ഇസ് ദ ഫൈനൽ റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമായി രാഷ്ട്രീയം മാറുന്ന ഒരവസ്ഥയിലേക്ക് നാട് കടന്നു പോകുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അതിൽ പ്രഥമ സ്ഥാനികനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം
മൗലാന അബുൽ കലാം ആസാദ് എഴുതിയ ഒരു പുസ്തകം വായിച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. രാജ്യത്തിന്റെ പുരോഗതിയിൽ അവർ ഒരുമിച്ച് നിന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, വിശ്വാസപരമായ വൈകല്യങ്ങൾ ഉണ്ടായി, നാട്ടിൽ അസമാധാനം ഉണ്ടായി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, അള്ളാഹുവേ എന്റെ നാടിന് നീ നിർഭയത്വം പ്രദാനം ചെയ്യണമേ. നിർഭയത്വം പ്രദാനം ചെയ്യുക എന്നത് ഓരോ നാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഓരോ മുജാഹിദിന്റെയും കർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഗാന്ധിജി അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത്, എവിടെ ഭയമുണ്ടോ അവിടെ മതം ഇല്ലാതെയാകുന്നു. എവിടെ ഭയമുണ്ടോ അവിടെ മതം ഇല്ലാതെയാകുന്നു. ഇന്ത്യയിലെ ക്യാമ്പസുകൾ മുഴുവൻ ഭയ സമ്പന്നമായി നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. തന്റെ ഗൈഡിനെ കാണാൻ വേണ്ടി പോകുമ്പോ ഗൈഡിന് ചായ വിളമ്പി കൊടുക്കുമ്പോ ഹിന്ദുക്കളായ ആളുകൾ ചായ കൊടുത്താൽ കൈകൊണ്ട് സ്വീകരിക്കുകയും ഒരു ദരിദ്രനായ വിദ്യാർത്ഥി ചായ കൊടുക്കുമ്പോ ആ ഗ്ലാസ് നിലത്ത് വെച്ചോ, ഞാൻ നിലത്തുനിന്ന് ചായ എടുത്തോളാം എന്ന് പറയുന്ന PhD ഗൈഡുമാരും ഉണ്ടാകുന്നു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്തൊരു വിദ്യാർത്ഥി അപ്പറാവു എന്ന് പറയുന്ന ഒരു VC-യുടെ കയ്യിൽ നിന്ന് തന്റെ PhD സർട്ടിഫിക്കറ്റ് വാങ്ങില്ല എന്ന് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു. ഒരു വൈസ് ചാൻസലർ നിലനിൽക്കുന്ന ഒരു സമയത്ത് വൈസ് ചാൻസലറുടെ കയ്യിൽ നിന്ന് PhD വാങ്ങുന്ന കുട്ടികൾ ഉണ്ടാകുന്ന ക്യാമ്പസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് മാത്രമല്ല മരിച്ചത്. രോഹിത് മരിക്കുമ്പോൾ അവൻ എഴുതി, എന്താണ് അവന്റെ അവസാനത്തെ വാക്യങ്ങൾ? മൈ ബർത്ത് ഇറ്റ്സെൽഫ് വാസ് എ ക്രൈം. എന്റെ ജന്മം തന്നെ തെറ്റായിരുന്നു. ഒരു ദലിതനായി ജനിച്ചത് അത് വലിയ തെറ്റായിരുന്നു എന്ന് എഴുതിയിട്ടാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്. രോഹിത് മാത്രമല്ല, രോഹിത് മരിക്കുന്നതിന്റെ മുന്നേ തമിഴ്നാട്ടിലെ പുലയാല രാജുവും മന്നാരി വെങ്കടേശി എന്ന് പറയുന്ന 2 ഇതര മതസ്ഥരും കൂടി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇത് മാധ്യമങ്ങളുടെ കണ്ണ് ഇങ്ങോട്ടൊന്നും പോയാറില്ല. നജീബിനെ കാണുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടില് തെരുവിലൂടെ മുഴുവൻ നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് 2 ഫ്ലക്സുകൾ കൂടി നമ്മൾ അധികം കാണുന്നു. അതാരാണ്? ഒന്ന് നജീബിന്റെ ഉമ്മയുടെ ഫോട്ടോ ആണ്, മറ്റൊന്ന് രോഹിത് വെമുലയുടെ അമ്മയുടെ ഫോട്ടോ ആണ്. 2 അമ്മമാരും ഒരു ഉമ്മയും ഒരു അമ്മയും ഈ ലോകത്ത് നൽകുന്ന വലിയ സന്ദേശം കലാലയങ്ങളിൽ സമാധാനമില്ല എന്ന സന്ദേശമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാഡൽ ജീൻസൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി തന്റെ പ്രൊഫസർമാരായ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും കൊന്നുകളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം. അറിവുള്ള, വായനയുള്ള, ചിന്തയുള്ള, ധാർമ്മിക ബോധമുള്ള, ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് വിളിക്കപ്പെട്ട ഒരു നാട്ടിൽ MBBS എടുത്തിട്ടുള്ള, വിദേശ സർവകലാശാലയിൽ നിന്ന് MBBS എടുത്ത തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു ഹിന്ദുവാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ പ്രൊഫസർമാരായ അമ്മയെയും അച്ഛനെയും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ശാസ്ത്ര പരീക്ഷണം നടത്തിയിട്ട് കൊന്നുകളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത് വലിയ പ്രശ്നമാണ്. MBBS വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറായ ഒരു വ്യക്തിയാണ് തന്റെ അമ്മയെയും അച്ഛനെയും നാട്ടിൽ കൊല ചെയ്യുന്നത്. എവിടേക്കാണ് നാട് പോകുന്നത്? എവിടെയാണ് മാനവികതയുള്ളത്? എവിടെയാണ് സമാധാനമുള്ളത്? MSM എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വേണ്ടി കടന്നു വന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടില് ന്യൂനപക്ഷ തീവ്രവാദം ഉണ്ടായ സമയത്ത് അന്ന് MSM പ്രഖ്യാപിച്ചൊരു പ്രമേയം ഉണ്ടായിരുന്നു. വർഗീയത വളർത്തുന്ന ചരിത്ര പഠനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് വർഗീയത കുത്തിനിറച്ച് വിദ്യാർത്ഥികൾ മുഴുവൻ ഇതര ആശയക്കാരെയും ഇതര മതസ്ഥരെയും ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളിൽ മുന്നിൽ നിന്നപ്പോ MSM കലാലയങ്ങളിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത് ഇതര ആശയക്കാരെ സ്നേഹിക്കണമെന്നാണ്. മതം മനുഷ്യന്റെ ഉള്ളിൽ തീയായി ആളിക്കത്തേണ്ട ഒന്നല്ല, മതം മനുഷ്യന്റെ ഉള്ളിൽ മഴയായി പെയ്തിറങ്ങേണ്ട ഒന്നാണ്. ഒരാശയം പറയാൻ നമ്മൾ കത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നീ കത്തിയേന്തും നൊടിയിൽ നിൻ കൈവിട്ടു വീഴുന്നു, വേദം ഖുർആൻ സുവിശേഷവും വീഴുന്നു മർത്യന്റെ സ്വപ്നവും ഭംഗിയും, ഒന്നേ ത്രസിക്കുന്നു നിന്നിലപ്പോൾ കുലം വെണ്ണുനീറാക്കും ചെകുത്താന്റെ ആൾബലം. നീ കത്തിയേന്തും, ഒരാദർശം പറയാൻ വേണ്ടി കത്തിയെടുത്താൽ ആ നൊടിയിൽ നിൻ കൈവിട്ടു വീഴുന്നു, ആ സമയത്ത് നിന്റെ കയ്യിൽ നിന്ന് വീഴും വേദം ഖുർആൻ സുവിശേഷവും വീഴുന്നു മർത്യന്റെ സ്വപ്നവും ഭംഗിയും, ഒന്നേ ത്രസിക്കുന്നു നിന്നിലപ്പോൾ കുലം വെണ്ണുനീറാക്കും ചെകുത്താന്റെ ആൾബലം. നാദാപുരത്തും കണ്ണൂരിലും അതുപോലെ തന്നെ കണ്ണൂരിന്റെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ അടുത്ത് പുറത്തൂരിലും തിരൂരിലും താനൂരിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെ അനന്തര ഫലം എന്താണ്? അല്ലേ? ചെകുത്താന്റെ ആൾബലമായി വെണ്ണുനീറായി വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കടന്നു വരുന്നു. നമ്മുടെ നാടുകളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് കവിതയുള്ളത്?
എവിടെയാണ് ധാർമ്മിക ബോധമുള്ളത്? പണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ പട്ടാളത്തോട് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം, നിങ്ങൾ ഏത് നാടാണോ പിടിച്ചെടുക്കാൻ പോകുന്നത് ആ നാട്ടിലെ ലൈബ്രറികൾ നശിപ്പിക്കണം എന്നാണ്, വായനശാലകൾ നശിപ്പിക്കണം. അത് ചരിത്രത്തിൽ സംഭവിച്ചു. ഹിറ്റ്ലറിന്റെ പട്ടാളങ്ങൾ വായനശാലകളും മ്യൂസിയങ്ങളും നശിപ്പിച്ചു. എന്തിനു വേണ്ടി? ഒരു നാടിന്റെ അറിവില്ലാതെയാക്കാൻ, ഒരു നാടിന്റെ സമ്പന്നത ഇല്ലാതെയാക്കാൻ, ഒരു നാടിന്റെ ആത്മീയ ചരിത്രബോധങ്ങളെ അസ്തമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നത്. ഹിറ്റ്ലറിന്റെ പട്ടാളം വിജയിച്ചു, എത്രയോ നാടുകൾ പിടിച്ചടക്കി. അത് മാത്രമല്ലായിരുന്നു, അവിടെ പിന്നെ വിതരണം ചെയ്തത് അശ്ലീലമായ പ്രസിദ്ധീകരണങ്ങളാണ്. മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ലൈംഗികമായ ചോദനകൾക്ക് ആക്കം കൂട്ടുന്ന പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഹിറ്റ്ലറിന്റെ പട്ടാളം നാടുകളെ നിരന്തരമായി ഇല്ലാതെയാക്കിക്കൊണ്ടിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് പാശ്ചാത്യ നാടുകൾ നമുക്ക് നൽകുന്ന അശ്ലീലമായ സൈറ്റുകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആർക്കാണ് തിരുത്തൽ ശക്തിയായി കടന്നു വരാൻ സാധിക്കുക? രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ? നേരത്തെ TP അബ്ദുള്ള കോയ മദനി മദ്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. കഴിഞ്ഞ സർക്കാർ ഈ നാട്ടിൽ എന്താണ് ചെയ്തു വെച്ചത് അല്ലേ? ചെറിയ വലിയ ബാറുകളെല്ലാം വെട്ടിച്ചുരുക്കി ചെറിയ ബാറുകളാക്കി. നല്ല കാര്യമാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. പുതിയ സർക്കാരുകൾ നാഷണൽ ഹൈവേയിൽ നിന്ന് എല്ലാ ബാറുകളെയും ഇല്ലാതെയാക്കി. പക്ഷെ എന്ത് സംഭവിച്ചു? അതും നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നാഷണൽ ഹൈവേയിൽ നിന്ന് മാറിയിട്ട് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ബാറുകളെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. നമ്മൾ ആലോചിച്ച് നോക്കൂ, മഹാനായ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിലെ അറിയപ്പെടുന്ന മദ്യവ്യാപാരിയായിരുന്നു അബൂ തൽഹത്തിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അനസ്. അനസിനോട് അബൂ തൽഹത്ത് പറയും, അനസേ, നീ ഈ കള്ളുഷാപ്പിൽ കള്ളു കുടിക്കാൻ വരുന്ന ആളുകൾക്ക് നീ മദ്യം ഒഴിച്ചു കൊടുക്കണം. ആരുടെ കോപ്പയിലാണോ പാത്രത്തിലാണോ മദ്യമില്ലാതെയാകുന്നത് അവർക്ക് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കണം. നമ്മുടെ ബാറിൽ നിന്ന് കള്ളു കുടിച്ചു പോകുന്ന ഒരു വ്യക്തിക്കും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ ഇവിടുന്ന് പോകരുത്, എല്ലാവർക്കും സമ്പൂർണമായ തൃപ്തി ഉണ്ടാകണം എന്നാണ്. എന്നാൽ ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എന്തോ ചൊല്ലിയിട്ട് കടന്നു വരുന്നുണ്ട്. അബൂ തൽഹത്ത് എന്ന മദ്യത്തിന്റെ വ്യാപാരി മുതലാളി പറഞ്ഞു, യാ അനസ് ഇസ്തമിഅ് മാദാ യഖൂൽ ഫഇന്നഹു മുനാദി റസൂലില്ലാഹ്. അനസേ, നീ കേൾക്കനസേ, ആരാണ് ആ വരുന്ന കുട്ടി എന്നറിയുമോ? ഫഇന്നഹു മുനാദി റസൂലില്ലാഹ്, മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങളും ആയത്തുകളും ഏറ്റുപറയുന്ന കുട്ടിയാണവൻ, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങുന്ന സന്ദർഭമാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഇറങ്ങുന്ന സന്ദർഭമാണ്. അബൂ തൽഹത്ത് എന്ന് പറയുന്ന മദ്യവ്യാപാരി, മദ്യ ഉടമ തന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനസിനോട് പറഞ്ഞത്, അനസേ, നീ പോയിട്ട് മഴ കൊണ്ടുവാ, എന്നിട്ട് നമ്മുടെ ഈ ഷാപ്പിൽ സൂക്ഷിച്ചു വെച്ച മുഴുവൻ മദ്യപാത്രങ്ങളും തച്ചുടക്ക് അനസേ എന്നാണ്. ഇതാണ് മദ്യവിമോചനം, ഇതാണ് ധാർമ്മികത, ഇതാണ് ആത്മീയത, ഇതാണ് സാമൂഹിക സേവനപരത. ഇത് മുന്നോട്ട് പിടിക്കാൻ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കപ്പെട്ടപ്പോ 300 പേജുള്ള പുസ്തകത്തിന്റെ അവസാനത്തിൽ ഗാന്ധിജി എഴുതി വെച്ചു, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ദ ഓൾ റൗണ്ടർ ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. മനുഷ്യന്റെ ഉള്ളിലെ നന്മകളെ കണ്ടെന്നാണ് വിദ്യാഭ്യാസം. മാതാവിനെ അറുത്ത് കൊല്ലലല്ല, പിതാവിനെ ഇല്ലാതെയാക്കലല്ല, നാടിൽ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു വേള മതസംഘടനയുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം കൊല്ലുന്നതല്ല രാഷ്ട്രീയം. മറിച്ച് മനുഷ്യനെ സ്നേഹിക്കലാണ് രാഷ്ട്രീയം, മനുഷ്യനെ നല്ലത് പഠിപ്പിക്കലാണ് രാഷ്ട്രീയം, അല്ലേ? നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച പ്രഗത്ഭനായ വിദ്യാർത്ഥിയാണ് ജവഹർലാൽ നെഹ്റു. അതിനാർക്കും തർക്കമില്ല. എല്ലാവിധ ഹൈന്ദവ പുരാണങ്ങളും പഠിച്ച, വിദേശ വിദ്യാഭ്യാസം നേടിയ, കശ്മീരിൽ ജനിച്ച ജവഹർലാൽ നെഹ്റു, നെഹർ എന്ന അറബി പദം കൂട്ടിച്ചേർത്തുകൊണ്ട്, നെഹർ എന്ന പുഴ എന്ന വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു എന്ന പേര് കിട്ടിയ ആ നെഹ്റു എല്ലാം പഠിച്ചിരുന്നു. ആ നെഹ്റുവിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എ പൊളിറ്റീഷ്യൻ ഷുഡ് എഡ്യൂക്കേറ്റ് ദ മാസ്. ഒരു വിദ്യാർത്ഥിയുടെ, ഒരു രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ്. MSM മുന്നോട്ട് വെക്കുന്നത് ഖുർആനിന്റെ അറിവാണ്. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീഹി അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന അമലൂന സ്വാലിഹാത്തിൻ അന്ന ലഹും അജ്റൻ കബീറ. മനുഷ്യർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിക്ക് ഈ ലോകത്ത് പ്രതിഫലമുണ്ട് എന്ന വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനാണ് MSMന്റെ മാനിഫെസ്റ്റോ. ഇത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തീവ്രവാദികളായിക്കൂടാ,
അബൂ മൂസഫ് സർക്കാവി എന്ന് പറയുന്ന ഒരു ജോർദാനിൽ ജനിച്ച യുവാവിന്റെ ആദർശം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഐസിസ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളായിട്ട് നമ്മൾ മാറിക്കൂടാ. തീവ്രവാദത്തിനെതിരെ, മാനവിക നിരാസത്തിനെതിരെ, നമ്മുടെ സമൂഹത്തിലെ സർവ്വ തിന്മകൾക്കെതിരെയും പോരാടാനുള്ള ജിഹാദിന്റെ മാർഗം വജാഹിദു ബില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുന്ന നല്ല മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കണം. അത്തരം ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു ആശയപരമായ മാറ്റുരക്കലിന്റെ വേദിയായി ഈ സംഗമം മാറട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ച് ഈ അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രമേയ വിശദീകരണം ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.